എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു, മനസ്സ് ശാന്തമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു പേടി ഉണ്ടാക്കുന്ന ഒന്നാണ്. അതെ, കേതു. ജ്യോതിഷത്തിലെ 9 ഗ്രഹങ്ങളിൽ ഇത് വന്നാൽ കഷ്ടം, ഇത് വന്നാൽ എല്ലാം തകരും എന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഗ്രഹം. പക്ഷേ ഇന്ന് ഈ വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് കേതുവിനെ കുറിച്ചുള്ള ആ പേടി മാറി പകരം ഒരു ക്ലാരിറ്റി വരും. കാരണം സത്യം ഇതാണ്, കേതു ശിക്ഷിക്കുന്ന ഗ്രഹമല്ല, കേതു നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ശക്തിയാണ്. കേതു ദശ എന്ന് കേൾക്കുമ്പോൾ നഷ്ടം, വേർപാട്, തടസ്സം ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ആ നഷ്ടം വരുന്നത്? എന്തുകൊണ്ടാണ് ആ വഴികൾ അടഞ്ഞത്? അവിടെ തന്നെയാണ് കേതുവിൻ്റെ യഥാർത്ഥ ജോലി. ജ്യോതിഷത്തിൽ കേതുവിനെ നമ്മളൊരു ഛായാഗ്രഹം എന്നാണ് പറയുന്നത്. അതായത് ഭൗതിക ശരീരമില്ലാത്തൊരു കാർമിക് എനർജി. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് പോലെ രാഹു തലമാണ്, കേതു ശരീരമാണ്. രാഹു നമ്മളോട് പറയുന്നത് എന്താ? കൂടുതൽ വേണം, ഇനിയും വേണം, ഇനിയും കിട്ടണം. പക്ഷേ കേതു ചോദിക്കുന്നത് ഇതാണ്, ഇത് നിനക്ക് ശരിക്കും വേണോ? ഇത് നിന്നെ വളർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നുണ്ടോ? അതുകൊണ്ടാണ് കേതുവിൻ്റെ കാലത്ത് പലർക്കും അനുഭവപ്പെടുന്നത്. അനാവശ്യമായ ബന്ധങ്ങൾ വിട്ടുപോകുന്നു, പിടിച്ചു നിന്ന വഴികൾ പെട്ടെന്ന് അടഞ്ഞു പോകുന്നു, ജീവിതം കൺഫ്യൂസിംഗ് ആയി തോന്നുന്നു. ഇതൊരു പണിഷ്മെന്റ് അല്ല, ഇത് നിങ്ങൾ പോകേണ്ട ദിശ കറക്റ്റ് ചെയ്യാണ്. കേതു നമ്മെ തകർക്കാനല്ല വരുന്നത്, നിങ്ങൾ തെറ്റായിടത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് മാറ്റാനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കേതുദശ എല്ലാവർക്കും സുഖകരമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് നമ്മെ തെറ്റായ വഴിയിൽ നിർത്തില്ല. ചിലർക്ക് കേതുവിൻ്റെ സ്വാധീനത്തിൽ ഒരു ആഴമുള്ള ചിന്ത വരും. ജീവിതം എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങും. ആത്മീയതയിലേക്കുള്ള ഒരു ആകർഷണം ഉണ്ടാകും. എന്നാൽ മറ്റു ചിലർക്ക് എന്താണ് എൻ്റെ വഴി എന്ന ചോദ്യം ശക്തമാവും. ഇതെല്ലാം കേതുവിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ സത്യം പറയണം, കേതു വിജയം തരുന്ന ഗ്രഹമല്ല. കേതു പെട്ടെന്നെല്ലാം ശരിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഗ്രഹവും അല്ല. പക്ഷേ കേതു ചെയ്യുന്നത് ഇതാണ്, വിജയത്തോടുള്ള നമ്മളുടെ ഭ്രമം അത് നമ്മളിൽ നിന്ന് എടുത്തു കളയും. അതുകൊണ്ടാണ് കേതുവിൻ്റെ കാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അന്നത്തെ കണ്ണിലൂടെ നോക്കുമ്പോൾ നഷ്ടം പോലെ തോന്നും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തന്നെ പറയും, ഇത് സംഭവിച്ചത് നല്ലതിനായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കേതുവിൻ്റെ സ്വാധീനം അത്ര നല്ല രീതിയിലല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കണം. ആദ്യം ബന്ധങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മക്കളോടോ അടുത്ത ബന്ധുക്കളോടോ കാരണമില്ലാത്ത അകൽച്ചയോ ഇമോഷണൽ ഡിസ്റ്റൻസോ ഉണ്ടാകാം. വലിയ വഴക്കുകളില്ലെങ്കിലും മനസ്സുകൾ തമ്മിൽ കണക്റ്റ് ആവുന്നില്ല എന്നൊരു തോന്നൽ വരുന്നത് ഇതിൻ്റെ ലക്ഷണമാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇത് രോഗനിർണയമല്ലെങ്കിലും ചിലർക്ക് സന്ധികളിൽ വേദന, നടുവേദന, സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ നമുക്ക് വ്യക്തമായിട്ട് പിടികിട്ടാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവപ്പെടാം. പ്രത്യേകിച്ച് സ്ട്രെസ് കൂടിയ സമയങ്ങളിൽ മാനസികമായിട്ട് ഒരു അലസത, ചെയ്യാനുള്ള ഉത്സാഹക്കുറവ്, ജീവിതത്തിൽ ലക്ഷ്യം ക്ലിയർ അല്ലാത്ത ഒരു തോന്നൽ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉള്ളിലൊരു പരിഭ്രമം ഉണ്ടാകുന്ന അവസ്ഥ വരെ വരാം. സാമ്പത്തികമായി നോക്കുമ്പോൾ എല്ലാം തകരുമെന്നല്ല, പക്ഷേ ജോലി, ബിസിനസ് അല്ലെങ്കിൽ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തോ ഒന്നും ഒത്തുപോകുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാകാം. ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയണം, ഈ എല്ലാം കേതുവിനാലാണോ ഉണ്ടാകുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റില്ല കേട്ടോ. പക്ഷേ ജാതകത്തിൽ കേതു ശക്തമായി പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ ചിലർക്ക് ഒരുമിച്ച് വരാനും സാധ്യതയുണ്ട്. അതിനെ ഭയപ്പെടേണ്ട ഒരു അടയാളമായി അല്ല, മറിച്ച് ജീവിതത്തിൽ എന്താണ് മാറ്റം വരണമെന്ന് ശ്രദ്ധിക്കേണ്ട സമയം എന്ന സൂചനയായിട്ട് കാണുന്നതാണ് കൂടുതൽ ശരി. എല്ലാം കേതുവിലാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചാർട്ടിൽ കേതു ശക്തമായി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫീൽ ചെയ്യാം. അപ്പോൾ ചോദ്യം വരും, എങ്കിൽ കേതുവിനെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, ഇതൊരു മാജിക് റെമഡീസ് ഒന്നും അല്ല കേട്ടോ, മൈൻഡ് സെറ്റ് അലൈൻമെൻ്റ് ആണ്.
കേതു നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യം, വിട്ടുകൊടുക്കാൻ പഠിക്കൂ. ഞാനിപ്പോൾ കേതു ദശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഞാൻ സ്വീകരിച്ച കുറച്ച് റെമഡീസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. കേതുദശ ആരംഭിക്കുന്നതിന് ഏകദേശം ഒരു 6-7 മാസം മുമ്പ് തൊട്ട് ഞാൻ ചെയ്ത കുറച്ച് റെമഡീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുക്കുന്നതിന് മുൻപ് 2 മിനിറ്റ് കണ്ണടച്ച് ഗണപതി ഭഗവാനെ മനസ്സിലോർക്കും. വലിയ മന്ത്രങ്ങളോ പൂജകളോ ഒന്നുമില്ല, എനിക്ക് ശരിയായ വഴി കാണിച്ചു തരണേ എന്ന ഒരൊറ്റ ചിന്ത മാത്രം. പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറില്ല, പക്ഷേ മനസ്സിൽ അനാവശ്യ ഭയം പതുക്കെ കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ കേതുദശ ആരംഭിക്കുന്നതിന് 6 മാസം മുമ്പ് തന്നെ ഞാൻ എല്ലാ ദിവസവും ഗണപതി ഭഗവാന് ഓരോ തേങ്ങ ഉടയ്ക്കും. അതുപോലെ തന്നെ കറുകപ്പുല്ല് സമർപ്പിക്കും. അതിലൂടെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്, എന്തിനാണ് പിടിച്ചു നിൽക്കുന്നത് എന്നത് കൂടുതൽ വ്യക്തമായി മനസ്സിലായി. ഏറ്റവും വലിയ മാറ്റം എല്ലാം എൻ്റെ കയ്യിലായിരിക്കണം എന്ന ആഗ്രഹം ഞാൻ വിട്ടു തുടങ്ങിയായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ മന്ത്രങ്ങളോ പൂജകളോ ഒന്നും വേണ്ട, എനിക്ക് ശരിയായ വഴി കാണിച്ചു തരണമേ എന്ന് ഗണപതി ഭഗവാനോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. മാത്രമല്ല, എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് ഗണപതിയുടെ മൂലമന്ത്രം 108 തവണ ജപിക്കുന്നതും ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. സഡൻ സക്സസ് വരില്ല, പക്ഷേ ലൈഫ് മാനേജബിളായി മാറും. തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സ് ശാന്തമാവും. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗണപതി ഉപാസന എൻ്റെ പ്രശ്നങ്ങൾ എല്ലാം മാറ്റിയെന്ന് ചോദിച്ചാൽ മാറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ പ്രശ്നങ്ങളെ നേരിടാനുള്ള സ്ട്രെങ്ത് എനിക്ക് തന്നു. അതാണ് ഞാൻ കേതുദശയിൽ ഗണപതി ഭഗവാനോട് ചെയ്തതും അതിലൂടെ ഞാൻ യഥാർത്ഥത്തിൽ അനുഭവിച്ചതും. ഇനി അടുത്ത റെമഡി പറയാം. കഴിയുമെങ്കിൽ സഹജീവികളോട് കരുണ കാണിക്കുക എന്നത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നൊന്നും അല്ല കേട്ടോ. നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ അവഗണിക്കാതെ ഒരു വാക്കെങ്കിലും സംസാരിക്കുക, ഒരു നേരത്തെ ഭക്ഷണം പങ്കുവെക്കുക, സഹായം ആവശ്യമുള്ള ഒരാളോട് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. സേവന മനോഭാവം വളർത്തുക എന്നതും വലിയ ദാനങ്ങളോ കാഴ്ചയ്ക്കുള്ള സേവനങ്ങളോ ആയിരിക്കണമെന്നൊന്നുമില്ല. ആരെയും കാണിക്കാനല്ലാതെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിശബ്ദമായി ഒരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ കാര്യം ചെയ്യാൻ തയ്യാറാകുന്നതാണ് അതിൻ്റെ സാരം. ഇതൊക്കെയായി നമ്മൾ ചെയ്യുന്നത് കേതുവിനെ സന്തോഷിപ്പിക്കാനൊന്നും അല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ഉള്ളിലെ അഹങ്കാരം എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന പിടിവാശി പതുക്കെ സോഫ്റ്റ് ആകാനാണ്. കേതുദശ നമ്മളോട് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതൊക്കെ തന്നെയാണ്. കുറച്ച് വിട്ടുകൊടുക്കാൻ പഠിച്ചാൽ മനസ്സിന് വലിയ ശാന്തി സ്വാഭാവികമായി വന്നെത്തും. ഇനി അടുത്ത റെമഡി പറയാം. നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഈ നായയെ കേതുവിൻ്റെ പ്രതീകമായി പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ഒരു ഭയമുണ്ടാക്കാനോ നിർബന്ധങ്ങൾ ചുമത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല, അതൊരു സിംബോളിസം മാത്രമാണ് കേട്ടോ. ജ്യോതിഷത്തിൽ നായയെ കേതുവായിട്ട് ബന്ധിപ്പിക്കുന്നത് അതിൻ്റെ സ്വഭാവങ്ങളായ വിശ്വാസം, ജാഗ്രത, അനാസക്തി എന്നിവ കൊണ്ടാണ്. അതുകൊണ്ട് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇല്ലെങ്കിൽ ദോഷം മാറില്ല എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നായയെ പേടിയോ അസ്വസ്ഥതയോ ഉണ്ടാകാം, അത് പൂർണ്ണമായിട്ടും സ്വാഭാവികമാണ്. അങ്ങനെയുള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കേതുവിൻ്റെ സന്ദേശം നായയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ കരുണയും സേവനാ മനോഭാവമാണ്. കഴിയുമെങ്കിൽ സഹജീവികളോട് കരുണ കാണിക്കുക, കഴിയില്ലെങ്കിൽ മനസ്സിൽ പോലും അവഗണന വളർത്താതിരിക്കുക, ഭയം മറികടക്കുക എന്നതാണ് കേതുവിൻ്റെ പാഠം. ഇനി അടുത്ത റെമഡി പറയാം. ദാനം, വിട്ടുകൊടുക്കൽ, ഈഗോ സോഫ്റ്റ് ആക്കുന്ന ശീലങ്ങൾ. ഇതൊക്കെയാണ് കേതുവിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കാരണം കേതു നമ്മളോട് ആവശ്യപ്പെടുന്നത് വസ്തുക്കളല്ല, നമ്മുടെ പിടിച്ചു നിൽക്കുന്ന മനോഭാവം വിട്ടുകൊടുക്കാനാണ്. ദാനം എന്ന് പറഞ്ഞാൽ പണം കൊടുക്കണം എന്നില്ല. സമയം, ശ്രദ്ധ, കരുണ അല്ലെങ്കിൽ ഒരു സഹായം, ഇതെല്ലാം ദാനമാണ്. വിട്ടുകൊടുക്കൽ എന്നത് നമ്മുടെ ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിക്കണം എന്നതല്ല, പക്ഷേ നമ്മെ ഭാരമാക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും പതുക്കെ മാറി നിൽക്കാനാണ്. ഈഗോ സോഫ്റ്റ് ആക്കുന്ന ശീലങ്ങൾ എന്നതും സ്വയം ചെറുതാക്കുക എന്നതല്ല, എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന പിടിവാശി കുറയ്ക്കുന്നതാണ്. ഈ ശീലങ്ങൾ വളർത്തുമ്പോൾ കേതുവിൻ്റെ കാലത്ത് അനുഭവപ്പെടുന്ന കടുപ്പം പതിയെ ശമിക്കുകയും മനസ്സിൽ ക്ലാരിറ്റിയും ശാന്തിയും സ്വാഭാവികമായിട്ട് വന്നു ചേരുകയും ചെയ്യും. അതുകൊണ്ടാണ് വലിയ വലിയ പ്രതിവിധികളെക്കാൾ ഇത്തരം ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കേതുവിനോട് ഏറ്റവും കൂടുതൽ അലൈൻ ചെയ്യുന്നത്. ഇനി
മന്ത്രം ജപിച്ചാൽ മിറക്കിൾ സംഭവിക്കും എന്ന് ഞാൻ പറയില്ല. കാരണം ആത്മീയതയെ അത്ര സിമ്പിൾ ഒരു ഫോർമുലയാക്കി മാറ്റാൻ പറ്റില്ല. മന്ത്രങ്ങൾ ഒരു സ്വിച്ച് അമർത്തിയാൽ എല്ലാം മാറ്റുന്ന സംവിധാനമല്ലല്ലോ. പക്ഷേ ശാന്തമായി വലിയ പ്രതീക്ഷകളില്ലാതെ ഇത് ചെയ്താൽ ഇത് കിട്ടണം എന്ന കണക്കുകൂട്ടലില്ലാതെ മനസ്സിന് ക്ലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊരാത്മീയ ശീലവും, അത് മന്ത്രജപമായാലും ധ്യാനമായാലും നിശബ്ദതയിൽ കുറച്ച് സമയം ചെലവഴിക്കുന്നതായാലും, അത് പതുക്കെ നമ്മളെ കേതുവിൻ്റെ എനർജിയോട് അലൈൻ ചെയ്യും. ഈ അലൈൻമെന്റ് എന്നത് പുറം ലോകം പെട്ടെന്ന് മാറുന്നു എന്നതല്ല, ഉള്ളിൽ നിന്നാണ് മാറ്റം തുടങ്ങുന്നത്. മനസ്സിലെ അവ്യക്തത കുറയ്ക്കുന്നു, പ്രതികരിക്കുന്ന രീതിയിൽ ശാന്തത വരുന്നു, കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ശേഷി വർദ്ധിക്കുന്നു. ഇതാണ് ഞാൻ ആത്മീയ ശീലങ്ങളിൽ നിന്നും സത്യമായി അനുഭവിച്ച ഫലം. ഇനി അവസാനമായി ഇത് മനസ്സിൽ വെക്കുക, കേതു ദോഷമല്ല, കേതു പരീക്ഷയാണ്. മാറ്റം സ്വീകരിക്കുന്നവർക്ക് കേതു ഗുരുവാകും. പിടിച്ചു നിൽക്കുന്നവർക്ക് അതേ അനുഭവം വേദനയായി തോന്നും. പക്ഷേ കേതുവിൻ്റെ യാത്ര കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റായ ഒരു ഇടത്ത് നിൽക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്കൊരു പേടി മാറി ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ സന്തോഷം. നിങ്ങളുടെ സംശയങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കേതുവിനെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇത് ഒരു ബേസിക് കാര്യം മാത്രമാണ്. ഇതുപോലെയുള്ള സത്യസന്ധമായ അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം. നന്ദി, നമസ്കാരം.